ഒരു ഇഞ്ച് പോലും ട്രംപിന് അനങ്ങാൻ കഴിയുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും തോക്കുകൾ അല്ലെങ്കിൽ വലിയ ആക്രമണം തന്നെ വിഴുങ്ങും എന്നുള്ള ഒരു ഭയം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ട്രംപ് നടക്കുന്നത്. ഒരു യാത്ര പോലും മര്യാദയ്ക്ക് ട്രംപിന് ചെയ്യാൻ കഴിയുന്നില്ല. ഏകദേശം ട്രംപിന്റെ തല എടുക്കാൻ ഇറാൻ സജ്ജമായതുകൊണ്ട് തന്നെ ട്രംപ് ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്നുള്ളൊരു ഭീതിയിലാണ്. കാരണം അത്രയും സുരക്ഷിതമായിട്ട് ഒളിച്ചും പാത്തും ഒക്കെയാണ് ട്രംപ് യാത്രകൾ നടത്തുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ ട്രംപ് അത്രയും സുരക്ഷമായിട്ട് ഒരിടത്ത് ഒളിഞ്ഞൊക്കെയാണ് പോകുന്നത്. അത്രയും പേടി ട്രംപിനുണ്ടാകുന്നു, നെഞ്ചെടുപ്പ് കൂടുന്നു. ഓരോ യാത്ര ചെയ്യുമ്പോഴും അതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോണോ, അത് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു 100 വട്ടം ചിന്തിച്ചിട്ടാണ് അതിലേക്കൊക്കെ കടക്കുന്നത്. എന്തായാലും ട്രൂത്ത് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് വെല്ലുവിളികളും പ്രസ്താവനകളും ഒക്കെ ഇറക്കുമ്പോഴും ഒരു പൊതുമധ്യയിൽ തന്നെ പോയി നിൽക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റൂമിന്റെ അടുത്തുനിന്ന് അപ്പുറത്തെ റൂമിലേക്ക് വരെ പോകാനോ ട്രംപിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. മാനസികമായിട്ടും തളർന്നു, ശാരീരികമായിട്ടും തളർന്നു. ട്രംപിന്റെ തല ഏത് നിമിഷവും ഇറാൻ കൊയ്യും എന്നുള്ള ഭയത്തിലാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, ഹിറ്റ് ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ ആദ്യ പേര് തല എടുക്കണം, കൊല്ലണം എന്നുള്ള ആ ഒരു രീതിയിൽ ഇറാൻ പുറത്തുവിട്ട ഹിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ ഒന്നാമത്തെ പേര് ട്രംപിൻ്റെതാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, രണ്ടാമത്തത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അങ്ങനെ ഒരുപാട് പേരുടെ പേരുകളുണ്ട്. പക്ഷെ ഇതിൽ ആദ്യം ഊന്നൽ നൽകുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രംപാണ്. അപ്പോൾ ട്രംപിന്റെ തലയെടുക്കാൻ ഇറാൻ ഏതറ്റം വരെ പോകുമെന്നുള്ളതും ട്രംപിന് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോ ലോകത്തിലെ ഏറ്റവും ശക്തനായുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റായ ഒരാൾ ഒരു കാറ്ററിംഗ് ട്രക്കിനുള്ളിൽ ഒളിച്ചിരുന്ന വിമാനത്താവളത്തിലൂടെ മറ്റൊരു വിമാനത്തിലേക്ക് രഹസ്യമായിട്ട് മാറിപ്പോകുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിമാനം ആകാശത്തേക്ക് ഉയരുമ്പോൾ അതിൽ പ്രസിഡന്റ് ഉണ്ട് എന്ന് വിശ്വസിച്ച് മാധ്യമ പ്രവർത്തകരും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരും യാത്ര തുടരുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു പ്രസിഡന്റിന് യാത്ര ചെയ്യാൻ പോലും കഴിയുന്നില്ല. അത്രമേൽ ഭയപ്പാടാണ്. ലോക പോലീസ് ഞങ്ങൾ ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തരാണ് എന്ന് കാണിക്കുന്ന അതേ അമേരിക്കയുടെ പ്രസിഡന്റിന് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ആളുകളുടെ സഹായം വേണ്ടി വന്നിരിക്കുന്നു. അതൊരു അഭിശപ്തപരമായിട്ട് പറഞ്ഞാണ്. എങ്കിൽ പോലും ഇന്ന് ട്രംപിന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ യാത്ര, ട്രംപ് നടത്തിയ യാത്രയെ പറ്റി അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. എനിക്ക് ഭയമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുകയാണ്. അതായത് ഒരു വിമാനത്തിൽ ട്രംപ് ഉണ്ട് എന്ന് കരുതി മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും അവിടെ യാത്ര ചെയ്യുന്നു. അവരറിയുന്നില്ല, ഒരു ഏത് നിമിഷവും അവരൊക്കെ കൊല്ലപ്പെടാം. അവരുടെ ജീവനെ ബലിയാടാക്കിക്കൊണ്ട് ട്രംപ് മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നു. അതായത് യഥാർത്ഥ പ്രസിഡന്റ് ഇതിനോടകം തന്നെ മറ്റൊരു ചെറിയ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഹോളിവുഡ് ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു സംഭവമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുർക്കി സന്ദർശനത്തിനിടെ നടന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നത്. ഒരു വിശ്വസനീയമായ ഇറാനിയൻ വധഭീഷണിയെ തുടർന്നാണ് ഈ ഒരു അതീവ രഹസ്യ സുരക്ഷാ നീക്കം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയായിരുന്നു ഈ അസാധാരണമായിട്ടുള്ള സുരക്ഷാ ഓപ്പറേഷൻ നടപ്പിലാക്കിയത്. നമുക്കറിയാം, ഈ കരിപ്പൂരിലൊക്കെ സ്വർണ്ണക്കൊള്ളകളൊക്കെ നടക്കാറുണ്ട്. സ്വർണ്ണങ്ങൾ കൊണ്ടുവരുന്നത് പല രീതിയിലാണ്. അതുപോലെയാണ് ട്രംപിനെ ഒരു കാറ്ററിംഗ് ട്രക്കിനുള്ളിൽ പൊതിഞ്ഞ് ആണ് കൊണ്ടുപോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, എത്ര രസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. കാരണം ഇത് രസകരം എന്ന് പറയാൻ, ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളാണ്, ഞങ്ങൾ പറയുന്നതാണ് നടക്കുന്നത്, ഞങ്ങൾ എന്തിനേയും എതിർക്കും, എന്തെങ്കിലും കാണിച്ചാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തല വെട്ടിയിടും എന്നുള്ള ശാഠ്യക്കാരനായിട്ടുള്ള അതേ ട്രംപാണ് ഇന്ന് ഒരു രാജ്യം കടക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രക്കിന് ഉള്ളിൽ ഒരു പൊതിഞ്ഞ് കെട്ടി ഒരു സാധനം അയക്കുന്നത് പോലെ യാത്ര ചെയ്യുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് തുർക്കിയിലെത്തിയത് ഖത്തർ സമ്മാനിച്ച പുതിയൊരു ബോയിങ് 747-8 വിമാനത്തിലായിരുന്നു. എന്നാൽ യാത്രക്കിടെ അദ്ദേഹത്തിന്റെ വിമാനത്തിനെതിരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന രഹസ്യ അന്വേഷണ മുന്നറിയിപ്പ് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്ക് ലഭിച്ചതോടെ സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും മാറി. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ട്രംപ് ഇങ്ങനെ ഒളിച്ചോടി പോന്നു എന്ന് പറയുമ്പോൾ അതിലും എത്രയോ വലുതായിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. കാരണം ട്രംപിന്റെ ഓരോ മൂവ്മെന്റും ഇറാൻ സ്കെച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ട്രംപ് എവിടെ പോകുന്നു, എങ്ങനെ വരുന്നു, അന്ന് ആ ഒരു വിമാനം തകർന്നില്ല, ഉദ്യോഗസ്ഥർക്ക് ഒന്നും പറ്റിയില്ല, പരിക്കുകൾ അങ്ങനെ ആകണം എന്നല്ല, അവർക്ക് പറ്റാത്തത് നല്ല കാര്യം. പക്ഷേ എങ്കിൽ പോലും അവരെ ആ ജീവൻ പണയപ്പെടുത്തി അല്ലെങ്കിൽ ബലി അർപ്പിച്ചുകൊണ്ട് ട്രംപ് ഈ ഒരു തീക്കളി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ
അത് ഒരുപക്ഷെ ഇറാൻ അറിയാമായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ആ വിമാനം തകർക്കാൻ അല്ലെങ്കിൽ പ്ലാൻ ഇതേപോലെ ഇറാൻ ഇട്ടിരുന്നു എന്നുള്ളത് രഹസ്യ അന്വേഷണ വിവരം ഈ അമേരിക്ക മനസ്സിലാക്കിയപ്പോൾ അമേരിക്ക അത് ആ ഒരു തന്ത്രപരമായിട്ട് മറ്റൊരു വിമാനത്തിലേക്ക് കയറ്റിയപ്പോൾ ഒരു പക്ഷേ അത് ഇറാൻ അറിയാമായിരിക്കാം. കാരണം ഇറാൻ പ്ലാൻ ചെയ്തത് നടത്തിയില്ല ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ അറിയാം, അമേരിക്ക ഒരുപക്ഷെ മനസ്സിലാക്കി കാണും. അതുകൊണ്ട് അമേരിക്കയുടെ നീക്കങ്ങളെ വീണ്ടും ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് ഇറാൻ ആ ഒരു പ്ലാൻ മാറ്റുകയാണ് ചെയ്തത്. ഈ പെന്റഗണിന് ജീവന് ഗുരുതര ഭീഷണിയുണ്ടെന്ന് വിലയിരുത്തിയ സീക്രട്ട് സർവീസും അമേരിക്കൻ സൈന്യവും അദ്ദേഹത്തെ അതേ വിമാനത്തിൽ തിരിച്ചയക്കുന്നത് വലിയ അപകടകരമാണ് എന്ന് തീരുമാനിച്ചിരുന്നു. തുടർന്നാണ് അതീവ രഹസ്യമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. എന്തായാലും ഈ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന പ്രസിഡന്റിന്റെ വിമാനത്തിൽ നിന്ന് ട്രംപിനെ ആരും തിരിച്ചറിയാത്ത വിധത്തിൽ ഒരു കാറ്ററിംഗ് ട്രക്കിൽ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ കാത്തു നിന്നിരുന്ന ഒരു ചെറിയ C-32 അമേരിക്കൻ വ്യോമസേന വിമാനത്തിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. പ്രസിഡന്റിന്റെ യഥാർത്ഥ യാത്രാ പദ്ധതി പൂർത്തിയായിരിക്കാനായിരുന്നു ഈ ഒരു നീക്കം എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ പ്രസിഡന്റ് ഇപ്പോഴും അതിലുണ്ട് എന്ന പ്രതീതി സൃഷ്ടിച്ച് ഔദ്യോഗിക എയർഫോഴ്സ് വൻ വിമാനം പതിവ് രീതിയിൽ യാത്ര തുടരുകയും ചെയ്തു. ഒരു വഞ്ചനാപരമായിട്ടുള്ള സുരക്ഷാ നയതന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഭാഗം എന്താണെന്ന് കഴിഞ്ഞാൽ, ഔദ്യോഗിക വിമാനത്തിലുണ്ടായിരുന്ന പല മാധ്യമ പ്രവർത്തകർക്കും വൈറ്റ് ഹൗസ് ജീവനക്കാർക്ക് പോലും പ്രസിഡന്റ് വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന വിവരം അറിയില്ലായിരുന്നു. അവർ സാധാരണ യാത്രക്കാരെ പോലെയാണ് എന്ന് കരുതിയത്. മാത്രമല്ല ട്രംപ് മറ്റൊരു വിമാനത്തിൽ സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഒരു പക്ഷേ ഇറാന്റെ ആക്രമണം നടന്നിരുന്നുവെങ്കിൽ അന്ന് ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര പേരെയാണ് അമേരിക്ക ബലിയാട് കൊടുക്കേണ്ടി വന്നത്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് അതിലെ ആളുകളെ മാറ്റാമായിരുന്നു. എങ്കിൽ പോലും അത് ചെയ്യാതെ തന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല മനുഷ്യരുടെ ബലി അർപ്പിക്കാൻ പോലും അവർ തയ്യാറാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഇതിനോടകം തന്നെ നമുക്ക് അവിടുത്തെ സൈനികരുടെ അവസ്ഥ മനസ്സിലാക്കാനും സാധിക്കും. പ്രസിഡന്റിനെ ലക്ഷ്യമിടുന്നവർക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്ഥാനം കണ്ടെത്തുന്നത് പരമാവധി ദുഷ്കരമാക്കുക എന്നതായിരുന്നു ഈ ഒരു മുഴുവൻ ഓപ്പറേഷന്റെ ലക്ഷ്യവും. പക്ഷേ പിന്നീട് മാധ്യമങ്ങൾ ഈ ഒരു സംഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് തന്നെ ഒരു വിമാനമാറ്റം നടന്ന കാര്യം സ്ഥിരീകരിച്ച് രംഗത്ത് വന്നു. എന്നാൽ ഭീഷണിയുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം താൻ അന്വേഷിക്കുന്നില്ല എന്നും സുരക്ഷാ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ മാത്രമാണ് പാലിച്ചത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി സീക്രട്ട് സർവീസും സൈന്യവും എന്നൊരു മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റാൻ ആഗ്രഹിച്ചു. അവർ പറയുന്നത് ഞാൻ ചെയ്യുന്നു, ഒരു ഭീഷണി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു, പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചില്ല, എനിക്ക് എല്ലായ്പ്പോഴും നിരവധി ഭീഷണികൾ ലഭിക്കാറുണ്ട് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ ട്രംപിന് ഒരുപാട് ഭീഷണികൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ട്രംപിനെ ഭയപ്പെടുത്തുന്നത് ഇറാന്റെ ഭീഷണി തന്നെയാണ്. കാരണം ഇറാന്റെ ഹിറ്റ് ലിസ്റ്റ് പുറത്തു വിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചിടിച്ചത് ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ട്രംപുമാണ്. എന്തായാലും ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ കുറിച്ച് അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായിട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എങ്കിലും വലിയ ഭയം ഇന്ന് ട്രംപിനുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ ശക്തമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇറാനുമായി ബന്ധപ്പെട്ട വിവിധ സായുധ ഗ്രൂപ്പുകളിൽ നിന്നോ അതുമായി ബന്ധമുള്ള ഘടകങ്ങളിൽ നിന്നോ അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന ആശങ്ക നേരത്തെ തന്നെ അമേരിക്ക ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ പങ്കുവച്ചിരുന്നു. ട്രംപിന്റെ വിമാനത്തെ നേരിട്ട് ലക്ഷ്യമിടാനുള്ള സാധ്യതയും ആ വിലയിരുത്തലിന്റെ ഭാഗമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന് ഒരു ഭയം എന്ന് പറയുന്നത്. എന്തായാലും ഇറാന്റെ നീക്കത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ട്രംപ്. ഏത് നിമിഷവും തലയെടുക്കാം. വളരെ ഗുരുതരാവസ്ഥയിലാണ്. എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാമെങ്കിൽ പോലും ലോകത്തിന് മുന്നിൽ നാണം കെടാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം.